ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തിരസ്കരിക്കരുത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ വിദ്യാർത്ഥി രംഗം മുതൽ അടുത്ത സുഹൃത്തുക്കളാണ്. വ്യവസായ മന്ത്രി ഞാൻ ഒരുമിച്ച് പല പ്രാവശ്യം മന്ത്രിസഭയിൽ വന്നിട്ട് അടുത്ത ഒരു രാഷ്ട്രീയ സുഹൃത്താണ് അദ്ദേഹം. തൊഴിലാളിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മുതൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ശിവകുമാറും എല്ലാം. ഇപ്പം ഞാൻ പഴയതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് അത്രയും പിടിപ്പില്ല എന്നുള്ള അവസ്ഥയിലല്ല. പക്ഷേ കേന്ദ്രം UPA ഭരിക്കുകയും കേരളം ഇടതുപക്ഷം ഭരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ഞങ്ങൾ 2007 മുതൽ 2011 വരെ കലവറയില്ലാതെ പ്രതിരോധ വകുപ്പിൻ്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പൂർണ്ണമായ സഹകരണം കിട്ടി. ഇളവരം കരീമിൻ്റെ ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എൻ്റെ നിഘണ്ടുവിൽ വാക്കുകളില്ല. എൻ്റെ കയ്യിലുള്ള എല്ലാ നല്ല വാക്കുപയോഗിച്ച് നിൽക്കുകയാണ്. ഞാനവിടെ തീരുമാനങ്ങൾ എടുക്കുക മാത്രമേ ഉള്ളൂ. നടത്തിപ്പ് മുഴുവൻ കേരള ഗവൺമെൻറ്റും വ്യവസായ വകുപ്പും കരീമും ഒക്കെയായിരുന്നു. VS അച്യുതാനന്ദനും എന്നെ കാര്യമായി സഹായിച്ചു. അതുകൊണ്ടാണ് 6 സ്ഥാപനങ്ങളോട് കൊണ്ടുവന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയുകയാണ്, എനിക്കെന്തോ ഒരു ധൈര്യം ചോർന്നു പോയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല, കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാനുള്ള ധൈര്യം എനിക്ക് കുറഞ്ഞിരിക്കും. കാരണം എൻ്റെ കയ്യിലുള്ള സ്ഥാപനങ്ങളെല്ലാം പ്രതിരോധ വകുപ്പിൻ്റെ സ്ഥാപനങ്ങളാണ്. മറ്റ് വ്യവസായം നടത്തുന്ന ശൈലിയിൽ ഈ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റില്ല, അനുവദിക്കില്ല. പക്ഷേ പ്രതിരോധ വകുപ്പിൻ്റെ ശൈലി കേരളത്തിലെ വ്യവസായ രംഗത്തിൽ ഇപ്പോഴും പൊരുത്തപ്പെടുന്നില്ല. രണ്ടും തമ്മിൽ ഇപ്പോഴും ഒരു മുതയുമായിട്ട് നിൽക്കുകയാണ്. ആരുടെ കുറ്റമാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുറ്റമാണോ, മറ്റുള്ളവരുടെ കുറ്റമാണോ, തെറ്റിദ്ധരിക്കുന്ന കുറ്റമാണോ, ഏതായാലും ആ ശൈലി രണ്ടും പൊരുത്തപ്പെടുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചാൽ ആ ശൈലി മാറ്റാനും പറ്റത്തില്ല. ഞാനൊരു താൽക്കാലിക പ്രതിരോധ സ്ഥിരം ഉദ്യോഗസ്ഥനല്ല. ജനാധിപത്യത്തിൽ ആർക്കും മന്ത്രി കസേര കുത്തകയല്ല, രാജവാഴ്ച മാത്രമേ ഉള്ളൂ. ഇന്നൊരാൾ നാളെ വേറൊരാൾ വരും.